പുറത്ത് ഞങ്ങൾ വന്നപ്പോ പരിചയമുള്ള ചിലരെ കണ്ടു. ഇതുപോലൊരു സ്ഥലത്ത് അവരെ കാണാൻ പാടില്ലാത്തതാ. സ്വാമിജി അവരെ സൂക്ഷിക്കണം. അവരെ കുറിച്ച് പറഞ്ഞപ്പോ ഗുരുജി എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നെ? അതൊരു തമാശയ്ക്ക് പറഞ്ഞതല്ല. എന്ത് കാര്യത്തെയും ചിരിയോടെ കാണാൻ കഴിയുന്നത് ഒരു വലിയ സിദ്ധിയാണെന്നാ എന്റെ പൂർവികർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ മൂർത്തി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവന്തികയും കാണും, അത് ഉറപ്പാ. അങ്ങനെ ആരെങ്കിലും ഗുരുജി വന്ന് കണ്ടിരുന്നോ? ചിത്രാ പൗർണമി ഉത്സവം കാണാൻ അങ്ങനെ ഒരുപാട് അതിഥികൾ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. അവരാരാണ് എന്താണെന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. സമയമാകുമ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നിങ്ങളിരിക്കും. സ്വാമിജി, ഗൂഗിൾ സാറിന്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റ്? സമൃദ്ധയുടെ ചികിത്സയുടെ മരുന്നിന്റെ അവസാന ഘട്ടമാണിത്. ഇന്ന് രാത്രിയോടെ മരുന്നുകൊണ്ടുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം കഴിയും. അടുത്ത ഘട്ടം ആത്മസമർപ്പണ പൂജയാണ്. നാളെ രാവിലെ അർദ്ധനാരീശ്വരന് മുന്നിൽ ആ പൂജ കഴിയുന്നതോടുകൂടി ഓർമ്മകൾ തിരിച്ചു കിട്ടും. അതോടെ ഗോകുൽ സാറിന്റെ ജീവിതം സന്തോഷമാവും. അപ്പോ സച്ചിയുടെ ജീവിതം സന്തോഷമാവണ്ടേ? എന്റെ ജീവിതം സന്തോഷമാവണമെങ്കിൽ എന്റെ അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. ആ പ്രാർത്ഥനയായിട്ടാ ഞാൻ ഇവിടേക്ക് വന്നേ. ഞാൻ കണ്ട നാൾ മുതല് സച്ചിയുടെ പ്രാർത്ഥന ഇത് മാത്രമാ. അപ്പോ മകളുടെ പ്രാർത്ഥനയോ? എനിക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഗുരുജി. അത് സാധിച്ചു തരേണ്ടത് ഈശ്വരന്മാരല്ലേ. പ്രാർത്ഥന ഒന്നും വെറുതെ ആവില്ല. അതിനെല്ലാം ശക്തിയുണ്ട്. അർഹതയുള്ളത് എല്ലാവർക്കും കിട്ടുക തന്നെ ചെയ്യും. എന്റെ പ്രതീക്ഷയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പി പിടിച്ചു നിൽക്കാൻ ഞാൻ. എത്ര നാൾ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാ, പ്രതീക്ഷ അവസാനിച്ച എന്റെ മരണം സംഭവിക്കും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഗുരുജി. മരണത്തെ ഭയപ്പെടുത്തുന്നവർക്ക് ജീവിതം ഒരിക്കലും പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല സച്ചി. ജീവിതം ഒരാളുടെ ശ്വാസം നിലയ്ക്കുന്നതോടെ അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. എന്റെ അർച്ചന കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടാവോ ഗുരുജി? ചില ജീവൻ നമ്മൾ കാണുന്ന രൂപത്തിലല്ല, മറ്റൊരു സത്വത്തിലാ, മറ്റൊരു രൂപത്തിൽ. അത് നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറം തന്നെ ഉണ്ട്. എനിക്ക് മനസ്സിലായില്ല ഗുരുജി. എല്ലാം മനസ്സിലാക്കേണ്ടതില്ല. സമയമാവുമ്പോൾ നിന്റെ മുന്നിലേക്കെല്ലാം സ്വയം വന്നു ചേരും. നിരാശപ്പെടാതെ ഈ രാത്രി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. എല്ലാം ശുഭമാവും.